നിന്ന് സ്വർണം ചോരുന്നു. അതെ, ഭൂമിയുടെ അകക്കാമ്പുരുകി ഉപരിതലത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒഴുകിയെത്തുന്നതിൽ പ്രധാനം മഞ്ഞലോഹം എന്നറിയപ്പെടുന്ന സ്വർണമാണ്. ഹവായിലെ അഗ്നിപർവ്വത പാറകളെക്കുറിച്ചുള്ള പഠനത്തിലാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കിടെ സ്വർണവും വിലയേറിയ ലോഹങ്ങളും ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് ഉപരിതലത്തിലേക്ക് എത്തുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയത്. മുൻപ് വിശ്വസിച്ചിരുന്നതുപോലെ ഭൂമിയുടെ അകക്കാമ്പ് ഒറ്റപ്പെട്ട ഒന്നല്ല എന്നതിന് തെളിവാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയുടെ അകക്കാമ്പിലെ രഹസ്യങ്ങളുടെ ചുരുളഴിച്ചത് ജർമ്മനിയിലെ ഗോട്ടിംഗൻ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനമാണ്. നൂതന അൾട്രാ സെൻസിറ്റീവ് ഐസോടോപിക് വിശകലന രീതികൾ ഉപയോഗിച്ചായിരുന്നു പഠനം. ഇവർ പാറകളിൽ അസാധാരണമാം വിധം ഉയർന്ന അളവിൽ റുഥേനിയം ഐസോടോപ്പ് കണ്ടെത്തി. ഇത് ഭൂമിയുടെ കാമ്പിൽ അതിന്റെ ആവരണത്തെക്കാൾ കൂടുതലായി കാണപ്പെടുന്നു. ലാവ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന സൂചന നൽകുന്നതായിരുന്നു ഇത്. ആദ്യ ഫലങ്ങൾ വന്നപ്പോൾ തന്നെ സ്വർണം കണ്ടെത്തിയെന്ന വ്യക്തമായതായി ഗവേഷകർ പറയുന്നു. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഭൂമിയുടെ അകക്കാമ്പിൽ സ്വർണവും മറ്റ് വിലയേറിയ ലോഹങ്ങളും ഉണ്ടെന്നും ഈ വസ്തുക്കൾ ഭൂമിയുടെ ആവരണത്തിന് മുകളിലേക്ക് ഒഴുകുന്നുണ്ടെന്നും ഇതുവരെ സമാഹരിച്ച ഡേറ്റ സ്ഥിരീകരിച്ചതായി അവർ ചൂണ്ടിക്കാട്ടി. ഭൂമിയുടെ അകക്കാമ്പിലെ വിശാലമായ സ്വർണശേഖരം നേരിട്ട് ചൂഷണം ചെയ്യാൻ സാധ്യതയില്ല. എന്നാലും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വിലയേറിയ ലോഹങ്ങൾ ഒഴുകുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഭാവിയിലെ ഗവേഷണങ്ങൾക്ക് വഴി തുറക്കുന്നതാണ്. ഭൂമിയുടെ ആന്തരിക ചലനത്തെയും അകക്കാമ്പിന്റെ ജിയോ കെമിക്കൽ ഐസൊലേഷനെയും കുറിച്ചുള്ള നമ്മുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാടുകളെ ഇത് വെല്ലുവിളിക്കുമെന്നും ഗവേഷകർ പറയുന്നു. ഭൂമിയുടെ ആഴത്തിൽ സംഭവിക്കുന്ന പ്രക്രിയകളെ കുറിച്ചുള്ള പുതിയൊരു ഉൾക്കാഴ്ച കൂടിയാണ് ഈ പഠനം നൽകുന്നത്.